ഇതാ പൊട്ടാനിപ്പടിക്കൽ കടുവ ലൈവായിട്ട് റോഡ് മുറിച്ച് ക്രോസ് ആയി നിൽക്കുന്നു. അടയ്ക്കാത്തോട് നിന്നും കരിയങ്കാപ്പിലേക്ക് പോകുന്ന റോഡ് സൈഡിലാണ് ഈ കടുവയെ കണ്ടത്. കടുവയെ കണ്ട ചേട്ടൻ തന്നെ നമുക്ക് പോകുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയൊരു സംഭവം? ഞങ്ങൾ റബ്ബർ വെട്ട് കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ഇവിടെ ഈ സ്ഥലത്ത് തന്നെ എത്തുമ്പോൾ അവിടുന്ന് റോഡ് മുറിച്ചിങ്ങോട്ട് കിടക്കുന്ന കടുവ. അപ്പോൾ ആദ്യം വിചാരിച്ചും വളമായതുകൊണ്ട് പട്ടിയായിരിക്കും വിചാരിച്ചത്. അപ്പോൾ ഞങ്ങളിപ്പം വണ്ടി നിർത്തി നോക്കുമ്പോൾ കടുവയാണ്. അത് അവിടെ ആ കാണുന്ന വിത്തിയുടെ സൈഡിൽ പോയി നിന്നിട്ട് കുറേ നേരം ഞങ്ങളുടെ നേരം മുറിമിയൊക്കെ നോക്കി. അത് കഴിഞ്ഞ് ഞാൻ ഫോൺ എടുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചത്. ആ സമയത്ത് വീഡിയോ എടുക്കാൻ തോന്നിയോ? പേടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു മെമ്മറിൽ അത് വരുന്നത് ആ വീഡിയോ എടുക്കാന്നുള്ളത്. ഞാൻ ചോദിച്ചപ്പോൾ ഫോറസ്റ്റുകാർ സ്ഥിരീകരിക്കുന്നില്ല. അവർ എപ്പോഴും പുലിയാണ് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒഴിവാകുന്നതല്ലേ, അജ്ഞാത ജീവി എന്നൊക്കെ പറഞ്ഞാൽ അവർ പലപ്പോഴും തടിയൂരുന്ന ഇതാണ്. ആ സമയത്ത് കണ്ടപ്പോൾ നിങ്ങൾ പേടിച്ചു പോയോ? ആ സമയത്ത് കണ്ടപ്പോൾ പേടിച്ചെന്നുണ്ട്. ഞങ്ങൾ വല്ലപ്പോഴൊക്കെ റബ്ബർ വെട്ടാൻ പോകുന്നപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്ര അതിൻ്റെ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേരുണ്ടായിരുന്നു, സ്കൂളിൽ നിന്ന് വരുന്ന 4 കുട്ടികളുണ്ടായിരുന്നു. കണ്ടു കടുവ? ആ കടുവ ഞങ്ങളെ കണ്ടിട്ടാകും. ഞങ്ങളെ നോക്കിക്കൊണ്ട് നിന്നിട്ടായിരുന്നു കുറേ നേരം മുറിമിക്കൊണ്ട് നിന്നത്. എങ്ങോട്ടാ കടുവ പോയത്? അത് ഈ പറമ്പ് വിട്ട് അങ്ങോട്ടേക്ക് പോയി. അതിൻ്റെ അപ്പുറത്തെ ഒരു പറമ്പിൽ ചെന്നപ്പോൾ അവിടുന്ന് അവർ വീഡിയോ എന്തോ എടുത്തിട്ടുണ്ട്. അവർ ക്ലിയർ ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞത് ഇപ്പുറത്തേക്ക് മാറി. ഈ പറമ്പ് വിട്ട് ഇവിടെ ഇച്ചിരി കാട് പിടിച്ച് കിടക്കുന്ന എവിടെയെങ്കിലും ഉണ്ടാകുമല്ലോ, ഇവിടെ വിട്ട് പോകരുത്. കാടല്ല, നാടാണ്, ജനവാസ മേഖലയാണ്, നിരവധി വീടുകളുണ്ട്. എവിടെ തിരിഞ്ഞാലും പക്ഷേ കൺമുന്നിൽ കടുവയാണ്. ഈ രാത്രി ഒരു ആളുടെ പട്ടിയെ പിടിച്ചു. അപ്പോൾ അവർ ആ പട്ടിയെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ അന്നേരമാണ് അതിന് പട്ടിയുടെ കുടലും ഒക്കെ കിടക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് അവരിങ്ങനെ അന്വേഷിക്കുന്ന അയലോക്കത്തെ വീട്ടിൽ നിന്ന് വർത്തമാനം പറഞ്ഞു. അപ്പം തോട്ടിൽ ചെറിയ അനക്കം കേട്ടു. നോക്കിയപ്പോൾ കടുവയാണ് കണ്ട്. ഈ ജീവി ഇവിടെ തന്നെ തങ്ങി നിൽക്കുകയാണ്. അപ്പം രാത്രിയുടെ മറവിൽ ചിലപ്പോൾ അത് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. ജനങ്ങളുടെ സുരക്ഷിതത്വം മുൻനിർത്തിക്കൊണ്ട് ജില്ലാ ഭരണകൂടം 144 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉച്ച 1 മണി 1:10 ഇവിടെ നിന്നൊരു സൗണ്ട് കേട്ടു. ഒരു പശുവൊക്കെ അതിൽ മൃഗങ്ങളൊക്കെ നടക്കുന്നിടത്തൊരു ഒച്ച കേട്ട് നമ്മൾ ഇറങ്ങി വന്ന് നോക്കുമ്പോൾ മെല്ലെ നടന്ന് ഇത് ഇവിടം വരെ വന്ന് നിൽക്കുന്നു. ഇതൊരു 10-12 മീറ്റർ അകലേ ഉള്ളൂ. എന്തോ നേരം വെളുത്തിട്ട് ഈ ആൾക്കാരുടെ ഒച്ചയെല്ലാം കേട്ടിട്ട് ഇത് ഇറങ്ങാതിരിക്കായിരുന്നു തോന്നുന്നത്. ഉച്ചയായപ്പോഴത്തേക്കും വളരെ സൈലൻ്റ് ആയല്ലോ. അപ്പോൾ സൈലൻ്റ് ആയപ്പോൾ മെല്ലെ ഇറങ്ങിയതാ. ഇപ്പോൾ ഇവിടെ ജീവിക്കാൻ പറ്റുന്ന അവസരമാണ്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ ദൂരെയാണ് പണിക്ക് പോകുന്നത്. ഇവിടെ 5:00 പോകുമ്പോൾ പേടിയാണ്. എപ്പോഴാണ് ചാടി വീഴുന്ന അറിയത്തില്ല. മൊബൈലിൽ കൂടെ കണ്ടു. ഇപ്പം അങ്ങോട്ട് പോകാൻ പേടിയായി. ഇപ്പോൾ ഭീതിയോടെ ഒന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ ജനങ്ങൾ. അവരുടെ ജീവന് സുരക്ഷ വേണം. കണ്ണൂരിൽ നിന്നും ഷാജു ചിന്തപ്പുരയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്.